ഒൻപതാമത്തെ സ്കന്ധത്തിലെ അവശേഷിക്കുന്ന അധ്യായങ്ങളിലെ ആശയങ്ങളെ കൂടി വിശകലനം ചെയ്യുവാനായിട്ട് ആരംഭിക്കാം. അംബരീഷ മഹാരാജാവിന്റെ ചരിതമാണിവിടെ ഇപ്പോ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് മാന്ധാത ചക്രവർത്തിയുടെയും സൗഭരി മഹർഷിയുടെയും അപ്രകാരം തന്നെ ഹരിശ്ചന്ദ്രൻ മുതലായിരിക്കുന്ന മഹാത്മാക്കളുടെയുമെല്ലാം ചരിതത്തെയാണ് വിശകലനം ചെയ്യുവാനായിട്ട് ഉള്ളത്. അപ്പോ ഈ ഭാഗവത കഥകളെല്ലാം ശ്രദ്ധാപൂർവം ശ്രവിക്കുന്നവർക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ ഭൂമിയിൽ യശസ് വരുത്തിപ്പോയ പൂർവികരായ മഹത് ജനങ്ങളെല്ലാം തന്നെ അവർ സത്യം പറയുന്നവർ മാത്രമായിരുന്നില്ല, അവർ ധർമ്മം ആചരിക്കുന്നവർ കൂടി ആയിരുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇപ്പോ വാക്കും പ്രവൃത്തിയും യോജിക്കണമെന്നുണ്ടോ? മുന്നിലൊന്ന് പിന്നിൽ വേറൊന്ന് എന്നുള്ള രീതിയിൽ വേദിക്കും സദസ്സനും വ്യക്തികൾക്കും അനുസരിച്ച് വാക്കുകളിൽ എന്താണ് ധർമ്മവും സത്യവും പറയുകയും അതിന് പിന്നിൽ അതിന് വിപരീതമായിട്ട് അസത്യവും അധർമ്മവും ചെയ്യുകയും ചെയ്യുന്ന ഒരു ജനതകളായിട്ട് മനുഷ്യകുലം അധപതിക്കുവാൻ യാതൊരു കാരണവശാലും യാതൊരു കാലത്തും പാടുകയില്ല. ഇവിടെ ഓരോ കഥകളിൽ നിന്നും നമുക്ക് നമ്മുടേതായിരിക്കുന്ന ആർഷ സംസ്കാര പൈതൃകത്തിന്റെ അമൂല്യം വ്യക്തമായി ബോധിക്കുവാൻ സാധിക്കുകയും അതിലെ മൂല്യങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും നമുക്ക് സാധ്യമാകണം. അപ്പോൾ മാത്രമാണ് ഗുരുജനങ്ങളുടെ ഉപദേശങ്ങളും അതുപോലെ തന്നെ ധർമ്മശാസ്ത്രങ്ങളുടെ മഹത്വവും പരിപൂർണമാവുകയുള്ളൂ. ഇനി നമുക്ക് 9-ാമത്തെ സ്കന്ധത്തിലെ 6-ാമത്തെ അധ്യായം മുതൽക്കുള്ള വിഷയങ്ങളെ കുറിച്ചിട്ടാണ് പറയുവാനായിട്ടുള്ളത്. ആ വിഷയങ്ങളെയും നമുക്ക് ചെറിയ രീതിയിൽ ആലോചിക്കുവാൻ ആരംഭിക്കാം. ഇനി മനുപുത്രന്മാരില് മൂത്താവായ ഇക്ഷ്വാകു രാജാവിന്റെ കഥയെ വംശത്തെ വർണ്ണിക്കുവാനായിട്ട് ആരംഭിക്കുകയാണ്. ഇക്ഷ്വാകുവിന്റെ പുത്രന്മാരിൽ പ്രധാനിയായിരുന്നു വിഭുക്ഷി എന്ന് പറയുന്ന രാജാവ്. ഈ വിഭുക്ഷിക്ക് ശശാതൻ എന്നുകൂടി ഒരു നാമം ഉണ്ടായിരുന്നു. ആ ശശാതനായ വിഭുക്ഷിയുടെ പുത്രനായിരുന്നു പ്രസിദ്ധനായിട്ട് തീർന്ന പുരഞ്ജയ മഹാരാജാവ്. ആ പുരഞ്ജയ മഹാരാജാവിന്റെ വംശത്തിലാണ് നമ്മുടെ സാക്ഷാൽ യുവനാശ്വൻ എന്ന് പറയുന്ന രാജാവുണ്ടായത്. നല്ല രീതിയിൽ രാഷ്ട്രഭരണം തുടർന്നിട്ടും
അദ്ദേഹത്തിന് സന്തതികളൊന്നും ഉണ്ടായില്ല. അനവത്യാദുഃഖിതനായിട്ട് തീർന്ന അദ്ദേഹം പുത്രലാഭത്തിനു വേണ്ടിയിട്ട് ഗുരുജനങ്ങളെ, പ്രത്യേകിച്ച് കുലഗുരുവായ വസിഷ്ഠരെ സമീപിക്കുകയുണ്ടായി. വസിഷ്ഠരാകുന്ന ഗുരു മന്ത്രപൂരിതമായ ഔഷധജലം നിർമ്മിച്ച് അത് രാജാവിനെ കൊടുക്കുകയുണ്ടായി. രാജാവ് മഹാറാണിക്ക് സേവിക്കുവാൻ വേണ്ടിയിട്ട് ആ ഔഷധ തീർത്ഥത്തെ തന്റെ പത്നിയുടെ അടുക്കലേക്ക് കൊടുക്കുകയുണ്ടായി. പത്നി എന്ന ശുഭമുഹൂർത്തക്കായിട്ട് വളരെ പരിശുദ്ധമായിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അത് സേവിക്കാമെന്ന് വിചാരിച്ച് സ്ഥലത്ത് ഭദ്രമായിട്ട് സൂക്ഷിച്ചു പോകുന്നു. തന്റെ പത്നി മന്ത്രജലമെല്ലാം കുടിച്ചു കഴിഞ്ഞു കാണും എന്ന് രാജാവ് വിശ്വസിക്കുകയും ചെയ്തു. രാജ്ഞി സൂക്ഷിച്ചു വെച്ചിരുന്ന ആ മന്ത്രതീർത്ഥത്തെ രാജാവ് അറിയാതെ കുടിക്കുകയും ചെയ്തു. ഇപ്പോ ഗുരുജനങ്ങളുടെ സങ്കല്പത്തോടു കൂടിയിരിക്കുന്ന മന്ത്രതീർത്ഥമാണ്. അതാണ് കുടിച്ചാലും പെണ്ണ് കുടിച്ചാലും അതിന്റെ ഉദ്ദേശമെന്തോ അത് ആ തീർത്ഥജലം കൊണ്ട് സാധ്യമാക്കും. നമ്മുടെ രാജാവ് ഗർഭമുള്ള ആളായിട്ട് ഭവിച്ചു. അപ്പോ 10ാമത്തെ മാസം കഴിഞ്ഞു. പുരുഷനായതുകൊണ്ട് അദ്ദേഹത്തിന് എങ്ങനെ പ്രസവിക്കാൻ സാധിക്കും? ആ സന്ദർഭത്തിൽ വയറൊക്കെ കീറിയിട്ട് കുട്ടിയെ പുറത്തേക്കെടുത്തു. ആ കുട്ടിയാണ് മാന്ധാതാവ് എന്ന നാമത്തിൽ എല്ലാ ലോകങ്ങളിലും പ്രസിദ്ധനായിട്ട് തീർന്ന മഹാരാജാവ്. ഈ മാന്ധാതാവാകുന്ന മഹാചക്രവർത്തി സപ്തദ്വീപുകളെയും അടക്കി ഭരിച്ചിരുന്ന മഹായോഗി കൂടിയായിരുന്നു. അങ്ങനെ ആ മുജുകുന്ദന്റെ, അതായത് പിതാവായിരുന്നു നമ്മുടെ മാന്ധാതാവ്. ആരായിരുന്നു ഈ മുജുകുന്ദൻ? ആ മുജുകുന്ദന്റെ കഥയൊക്കെ നമുക്ക് ദശമസ്കന്ധത്തിൽ ഒന്നുകൂടി സ്പഷ്ടമായിട്ട് ശ്രവിക്കുവാൻ സാധിക്കും. സ്വർഗലോകത്തിലെ സൈനാധിപനും മഹായോഗിയുമായിരുന്ന മുജുകുന്ദൻ നമ്മുടെ ഈ മാന്ധാതാ ചക്രവർത്തിയുടെ പുത്രനായിരുന്നു. നമ്മുടെ മുജുകുന്ദ മഹാരാജാവിന് സഹാദിനിമാരായിട്ട് 50 കന്യകമാരും ഉണ്ടായിരുന്നു. അപ്പോ അവരെ എല്ലാവരെയും നമ്മുടെ സൗഭര്യ മഹർഷി ഒരുമിച്ച് വിവാഹം ചെയ്യാനായി. അതിനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വിരക്ത ശിരോമണിയായിരിക്കുന്ന സൗഭര്യ മഹർഷി കാളിന്തി നദിയുടെ ജലാന്തർഭാഗത്തിൽ ആഴത്തിലുള്ള കയങ്ങളിൽ അതികഠിനമായിരിക്കുന്ന തപസ്സുകൾ അനുഷ്ഠിച്ച് വരികയായിരുന്നു. ഒരു ദിവസം തപസ്സിനിടയിൽ കണ്ണുമിഴിച്ചു നോക്കുമ്പോൾ സൗഭര്യ മഹർഷി മത്സ്യക്രീഡകൾ കാണുകയാണ്. മിഥുനങ്ങളായിരിക്കുന്ന മത്സ്യങ്ങൾ രതിലീലയിൽ ഏർപ്പെടുന്നത് കണ്ടപ്പോ സൗഭര്യയുടെ ചിത്തത്തിലും ഉറങ്ങിക്കിടന്നതായ വാസനകളെ പുഷ്ടി പ്രാപിക്കുക ഉണ്ടായി. അപ്പോ
ആ സൗഭരി മഹർഷിക്ക് ദാമ്പത്യ സുഖം അനുഭവിക്കുവാനും ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുവാനുമുള്ള മോഹമുണ്ടായി. ആ മോഹത്തെ പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ട് ഋഷി തപസ്സെല്ലാം മതിയാക്കിയിട്ട് ജലത്തിനടിയിൽ നിന്നും മുകളിലേക്ക് വന്നു. അനേക കാലങ്ങളെ തുടർന്ന തപസ്സിന്റെ ഫലമായിട്ട് മഹർഷി ആകെ എന്താ പറയുക, കൃഷകാത്ര, വളരെ മെല്ലിച്ച ശരീരവും ഒക്കെ ആയിട്ട് ആകെ പരവശഭാവത്തിലായിരുന്നു. ആ ഭാവത്തോട് കൂടിയിട്ട് നമ്മുടെ മാന്ധാത ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ അദ്ദേഹം ചെന്നു. തന്നെ ശുശ്രൂഷിക്കുവാനും തനിക്ക് ദാമ്പത്യ ലീല തുടരുവാനും ആയിട്ട് കൊട്ടാരത്തിലൊരു രാജകന്യകയെ തനിക്ക് ദാനമായിട്ട് നൽകണമെന്നുള്ള ആവശ്യത്തെ മുച്ചുകുന്ദൻ അറിയിക്കുകയാണ്. മാന്ധാത ചക്രവർത്തി നോക്കിയപ്പോ തപസ്വിയാണ്, ജ്ഞാനിയാണ്, അഹിതം ചെയ്താൽ ആപത്തുണ്ടാകും തനിക്കും രാജ്യവാസികൾക്കും. എന്നാലോ ഇങ്ങനെ ആരോഗ്യമില്ലാതെ അവശത പ്രാപിച്ച ഒരു സന്യാസിക്ക് തന്റെ സഹോദരിമാരിൽ ഒരാളെ കൊടുക്കുക എന്നുള്ളത് ഓർക്കുവാൻ കൂടി കഴിയാത്ത വിഷയമാണ്. തപസ്വിയെ കോപിപ്പിക്കാനും പാടില്ല. തന്റെ സഹോദരിമാർക്ക് എന്താ പറയുക, ഒരു അപകടം സംഭവിക്കാനും പാടില്ല എന്നുള്ള രീതിയിൽ മുചുകുന്ദൻ ബുദ്ധിപൂർവകം പറഞ്ഞു. ദേവസ്വാമി അവിടുന്ന് നേരിട്ട് എന്റെ 50 സഹോദരിമാരിൽ അങ്ങേക്ക് ഇഷ്ടമുള്ള കന്യകയെ സമീപിച്ച് അങ്ങയുടെ ആവശ്യം അറിയിപ്പിക്കുക. സന്തോഷത്തോടുകൂടി ഏതൊരു കന്യകയാണോ അങ്ങയെ സ്വീകരിക്കാൻ വരുന്നത് അവൾക്ക് അങ്ങയെ സ്വീകരിക്കാം. ആ അങ്ങയെ ആഴ്മട്ടെ ജീവിതം തുടരാം. അപ്പൊ മാന്ധാത ചക്രവർത്തി ഇങ്ങനെ പറഞ്ഞപ്പോ സൗഭരി മഹർഷി ജ്ഞാനദൃഷ്ടിയിൽ കാര്യങ്ങളെല്ലാം അറിയുകയാണ്. താൻ ഈ രൂപത്തിൽ പോയി ആവശ്യപ്പെട്ടാൽ ഒരു കന്യകയും തന്റെ ആഗ്രഹം സാധ്യമാക്കി തരികയില്ലെന്ന് സൗഭരി മഹർഷിക്ക് ബോധ്യമാവുകയാണ്. അപ്പോ സൗഭരി മഹർഷി തന്റെ തപശക്തി കൊണ്ട് കാമദേവനെ കൂടി ലജ്ജിപ്പിക്കുന്ന രീതിയിൽ അതിസുന്ദരമായ തേജോമയമായ ഒരു രൂപത്തെ അങ്ങോട്ട് സ്വീകരിച്ചു. അങ്ങനെയുള്ള ആ രൂപവുമായിട്ട് മുചുകുന്ദന്റെ സഹോദരിമാരുടെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. ഞാൻ അങ്ങനെ ദാമ്പത്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ എന്നോടുകൂടി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന കന്യക എന്നോടൊപ്പം വരിക എന്ന് ആ സൗഭരി മഹർഷി ആവശ്യപ്പെടുകയാണ്. ഇതങ്ങനെ കേട്ടപ്പോഴോ 50 കന്യകമാരും ഞാൻ വരാം എന്നും പറഞ്ഞ് തപസ്വിയെ സമീപിക്കുകയുണ്ടായി. അപ്പം സൗഭരി മഹർഷിയോ ആ 50 കന്യകമാരെയും വിവാഹം ചെയ്യുകയും ഉണ്ടായി. തേക്കാത്ത
എണ്ണധാര എന്ന പോലെ 50 പേരെയും വിവാഹം ചെയ്ത് കാലം കഴിക്കുകയും ചെയ്തു. ഇവിടെ നമ്മളൊരു പ്രധാന കാര്യം ഓർക്കണമെന്ന് ഋഷികൾ നമ്മളോട് വെളിപ്പെടുത്തുന്നുണ്ട്. കാരണം ജിതേന്ദ്രിയനായി എന്ന് ആരും അഹങ്കരിക്കരുത്. അത് തന്നെ ഗുരുജനങ്ങൾ സാധാരണ രീതിയിൽ പറയാറുണ്ട്. ബുദ്ധിയെയും ബ്രഹ്മചര്യത്തെയും പരീക്ഷിക്കാൻ പാടില്ല എന്നാണ്. തനിക്ക് നല്ല ബുദ്ധിയുണ്ട്, ഓർമ്മശക്തി ഉണ്ടെന്നും കരുതി നമ്മളൊരു പൊതുവേദിയിൽ പ്രമാണ ഗ്രന്ഥങ്ങളൊന്നുമില്ലാതെ എന്തെങ്കിലും ഒരു ആശയത്തെ പറയുവാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ നമുക്കതിലെന്തെങ്കിലും അപാകതകൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. താൻ ഏകാന്തത്തിലൊക്കെ താമസിച്ച് തപസ്സൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ തന്റെ മനസ്സൊരു മോഹരൂപത്തിലും ആസക്തമാകുന്നില്ല എന്ന് തനിക്ക് ബോധ്യമായിട്ടുള്ളതാണെങ്കിൽ കൂടിയും ഏകാന്തത്തിലോ അല്ലെങ്കിൽ മറ്റ് സാധ്യതയുള്ള സാഹചര്യങ്ങളിലോ തന്റെ ബ്രഹ്മചര്യം അത്രയും ദൃഢമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് തനിക്ക് ഇനി യാതൊരു കാരണവശാലും ബ്രഹ്മചര്യമൊന്നും നഷ്ടമാവുകയില്ല എന്ന് കരുതി ബ്രഹ്മചര്യത്തെയും പരീക്ഷിക്കുവാൻ പാടുകയില്ല. ബ്രഹ്മചര്യം എന്നത് പരിപൂർണമായിട്ടും മനോനിയന്ത്രണമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോ ആ മനോനിയന്ത്രണം താൻ പരിപൂർണമായിട്ട് ആർജിച്ചു എന്ന് കരുതി എന്താണ് ഒരു കന്യകയെ സ്പർശിച്ചതുകൊണ്ടോ ആലിംഗനം ചെയ്തുകൊണ്ടോ ചുംബനം ചെയ്തുകൊണ്ടോ ഒന്നും തന്റെ ബ്രഹ്മചര്യം പോവുകയില്ല എന്നും കരുതി ഇതിനൊക്കെ ശ്രമം ചെയ്താൽ ചിലപ്പോ എന്താണ് ആ കന്യകയുമായിട്ട് ചിലപ്പോൾ തനിക്ക് ആ രതിലീലയിലും ഏർപ്പെടേണ്ടതായിട്ട് വരാം. അപ്പൊ അത് അഷ്ടവിധ മൈഥുന ത്യാഗമാവുകയില്ല, അവിടെ മൈഥുനം സംഭവിക്കും. നൈഷ്ഠിക ബ്രഹ്മചര്യം ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്നവര് അതുകൊണ്ട് തന്നെ ബ്രഹ്മചര്യത്തെ പരീക്ഷിക്കുവാൻ പാടുകയില്ല. ഇവിടെ കണ്ടില്ലേ, നമ്മുടെ സൗഭരി ചക്രവർത്തി വളരെ ജിതേന്ദ്രിയനായിട്ടാണ് അതും ആർക്കാണ് ജലത്തിനടിയിൽ അനേകം വർഷങ്ങളോളം തപസ് ചെയ്യുവാൻ സാധിക്കുക. അങ്ങനെ അത്ര പെട്ടെന്നാരാലും സാധ്യമല്ലാത്ത ആ കഠിനമായ തപസ്സിനെ കൂടി ശീലിച്ച, ആചരിച്ച, പിന്തുടരുന്ന പുണ്യാത്മാവും മഹാത്മാവുമായിരുന്നു സൗഭരി മഹർഷി. എന്നിട്ടും കണ്ടില്ല, മത്സ്യങ്ങളുടെ മിഥുന ലീലകൾ കണ്ടപ്പോ അതിലും ഇദ്ദേഹത്തിന്റെയും ഉറങ്ങിക്കിടന്ന വാസന ഉണരുകയാണ് ചെയ്തത്. ഇവിടെ നമ്മൾ അഹങ്കാരമൊന്നും കൂടാതെ ഈശ്വരീയമായ ശക്തിയെ ആശ്രയിച്ച് ആ ഈശ്വരീയ മഹിമയെ ഭജിച്ച് ജീവിക്കുക തന്നെയാണ് ഇവിടെ കരണീയമായിട്ടുള്ളത്. താൻ ഇത്രകാലം തപസ്സനുഷ്ഠിച്ചതല്ലേ, ഇനി തനിക്കൊന്നും നഷ്ടപ്പെടാനോ നേടുവാനോ ഇല്ല എന്നെല്ലാം കരുതി ധർമ്മത്തിന് വിപരീതമായിട്ട് മുന്നോട്ട് പോകുവാനുള്ളൊരു ശ്രമം ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുവാൻ പാടുകയില്ല. അങ്ങനെ മാന്ധാത ചക്രവർത്തിയെ കൂടി അത്ഭുതപ്പെടുത്തത്തക്ക വിധത്തില് ഐശ്വര്യപൂർണമായിട്ട് നമ്മുടെ സൗഭരിയുടെ ഗൃഹസ്ഥാശ്രമ ജീവിതം മുന്നോട്ട് പോയി. സൗഭരിയുടെ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ എല്ലാ പത്നിമാരിലും നൂറുകണക്കിന് സന്തതികളും ജനിക്കുകയുണ്ടായി. വളരെ കാലം ജീവിതം നയിച്ചതിനു ശേഷം, ഗൃഹസ്ഥാശ്രമ ജീവിതം നയിച്ചതിനു ശേഷം വൈരാഗ്യം ദൃഢമായപ്പോൾ അദ്ദേഹം ഭാര്യമാരോടും കൂടിയിട്ട് ഈശ്വരനെ തപസ് ചെയ്ത് ആ എല്ലാ ആളുകളും എന്നുവെച്ചാൽ ഭാര്യയും അതുപോലെ അദ്ദേഹത്തിന്റെ
അദ്ദേഹവും തപസ് ചെയ്ത് മോക്ഷം പ്രാപിച്ചു. സന്യാസിയായിരുന്നുകൊണ്ട്, തപസ്യായിരുന്നതുകൊണ്ട് ആ തപസ്യയെ പ്രാപിച്ചതിനാൽ അദ്ദേഹത്തിന്റെ പത്നിമാർക്കും സദ്ഗതി കിട്ടി എന്നുള്ളൊരു പരമസത്യം കൂടി നമുക്കിവിടെ ഇങ്ങനെ ബോധിക്കുവാനായിട്ട് സാധിക്കുകയാണ്. അപ്പൊ മനുഷ്യജന്മ ജീവിതത്തിന്റെ ലക്ഷ്യം പ്രധാനമായിട്ടും വിഷയവിരക്തി നേടി ഈശ്വരഭക്തി ദൃഢമാക്കിയിട്ട് ആ മോക്ഷം സാക്ഷാത്കരിക്കുക എന്നത് തന്നെയാണ്. അതിനനുകൂലമായ ഒരു ജീവിത സാഹചര്യത്തിലൂടെ നമുക്കെല്ലാവർക്കും മുന്നോട്ട് പോകുവാൻ സാധിക്കണം. അതും നമുക്ക് ഈ സൗകര്യ മഹർഷിയുടെ ചരിത്രത്തിൽ നിന്നും ബോധിക്കുവാനുള്ള ഒരു കഥയാണ്. അപ്പൊ നമുക്കിവിടെ ഈ കഥയിൽ നിന്നും എന്താണ്, അപ്പൊ ഈ കഥയിലൂടെ തന്നെ നമുക്ക് കഥയിലെ ആശയവും വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിച്ചിരിക്കുകയാണ്. എങ്കിലും ഇവിടെ ആ സൗകര്യാഖ്യാനത്തിൽ നിന്നും നമുക്ക് ഒന്നുകൂടി അതിന്റെ തത്വത്തെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. ഇവിടെ ഇക്ഷ്വാകു എന്നുവെച്ചാൽ ഇക്ഷ്വാകുവിന്റെ വംശമാണ് ഇവിടെ നമ്മളോട് വിശദീകരിക്കുന്നത്. ഇവിടെ ഭവരോഗം കൊണ്ടുണ്ടാകുന്നതാണ് ഈ ഭവരോഗം. അതല്ലേ, ഭവരോഗം തരണം ചെയ്യുവാൻ ഗുരുപദേശം അനിവാര്യമാണ്. ഗുരുകൃപ കൂടാതെ നമുക്ക് ഭവരോഗത്തിൽ നിന്നും മോചിക്കുവാൻ സാധ്യമല്ല. ഇവിടെ ഭൂമി തത്വമാണ്. കാരണം അതായത് മനു തുമ്മിയപ്പോൾ ആ തുമ്മലിൽ നിന്നും ജനിച്ച പുത്രനായിട്ടാണ് ഇക്ഷ്വാകുവിനെ പറയുന്നത്. അപ്പൊ അത് ഭൂമി തത്വമാണ്. ഇവിടെ സംസാരത്തെക്കുറിച്ചിട്ടുള്ള വർണ്ണനയാണ് വാസ്തവത്തില് വ്യക്തമാക്കുന്നത്. അതായത് ശരീരവാസന വരുത്തുന്ന അനർത്ഥങ്ങളെ നമുക്ക് വ്യക്തമാക്കി തരികയാണ് ചെയ്യുന്നത്. ദേഹവാസന, ദേഹം ഞാനെന്ന് അഭിമാനിക്കുമ്പോൾ ദേഹത്തിന്റെ സുഖം എന്റെ സുഖമെന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ എനിക്ക് ചെയ്യേണ്ടി വരുന്നതായിരിക്കുന്ന അനർത്ഥങ്ങൾ, അതാണ് നമുക്ക് ഈ കഥകളിൽ നിന്നെല്ലാം പ്രധാനമായിട്ട് ബോധിക്കുവാനുള്ളത്. ഇവിടെ ഇക്ഷ്വാകുപുത്രൻ വികുക്ഷി മാംസഭക്ഷണം കഴിച്ചതുകൊണ്ടാണ് വസിഷ്ഠൻ പുറത്താക്കുന്നത്. ഭാഗവതത്തിലെ ശ്ലോകമായിട്ട് നമ്മൾ അതിന്റെ കഥകളെ വിശകലനം ചെയ്യുകയാണെങ്കിൽ അത് ഒത്തിരി കാര്യം എടുത്തിട്ട് നമുക്ക് പറയേണ്ടി വരുന്ന ഒരു കഥയാണ്. ഇവിടെ വികുക്ഷിയെ എന്തുകൊണ്ടാണ് വസിഷ്ഠര് പുറത്താക്കിയത് എന്ന് വെച്ചാൽ മാംസം കഴിച്ചതുകൊണ്ടാണ്. ഈ ആരാണ് വാസ്തവത്തിൽ ഈ ലോകത്തിലെ മാംസഭക്ഷണം കഴിക്കുവാൻ തിരക്കം കൂട്ടുന്നത്? ശരീരം നന്നാക്കണമെന്നുള്ളവരാണ് മാംസം കഴിക്കുന്നത്. ശരീരം നല്ല എന്താ പറയാ സൗന്ദര്യത്തോടും ആരോഗ്യത്തോടും കൂടി ഇവിടെ ഇങ്ങനെ നിലനിൽക്കണം എന്നുള്ള ആസക്തി, കൊതി, താല്പര്യമുള്ളവര് മാംസത്തെ കഴിക്കുകയാണ് വാസ്തവത്തിൽ. അപ്പോ ഈ മാംസഭക്ഷണം കൊണ്ട് ശരീരത്തിന് ആരോഗ്യവും സൗന്ദര്യവും ഉണ്ടാകുമോ? പ്രയാസമാണ്. മാത്രമല്ല, ഒരു കഷ്ണം മാംസം ദഹിക്കണമെങ്കിൽ 70 മണിക്കൂറെങ്കിലും സമയമെടുക്കുന്ന പറയുന്നത്. നല്ല രീതിയിൽ അത് ദഹിച്ച് ശരീരത്തിലേക്ക് ചേരുവാൻ. അപ്പൊ ആഴ്ചയിൽ 1-2 പ്രാവശ്യമാണ്. അങ്ങനെയാണെങ്കിലും 1-2 കഷ്ണം മാംസകഷ്ണമൊക്കെ കഴിക്കുവാൻ വാസ്തവത്തിൽ നമ്മുടെ ദഹന രസം പോലും അനുവദിക്കുന്നുണ്ട്. അപ്പൊ ദിവസവും മാംസമൊക്കെ കഴിക്കുന്നവരുടെ സ്ഥിതി വാസ്തവത്തിൽ എന്താണ്? കുറച്ച് പ്രായമാകുമ്പോഴേക്ക് തന്നെ അസുഖങ്ങളുടെ കൂടാരമായിട്ട് അവരുടെ ദേഹവും
അതുപോലെ മനസ്സെല്ലാം ആയിത്തീരുക എന്നുള്ളത് തന്നെയാണ് സംഭവിക്കുക. ഇവിടെ മാംസഭക്ഷണം കഴിച്ചതുകൊണ്ട് ഋഷി ദികുക്ഷയെ പുറത്താക്കുകയാണ് ഉണ്ടായത്. അപ്പോ ഈ വിശപ്പ് വാസ്തവത്തിൽ ഉള്ളത് കൊണ്ടാണല്ലോ നമുക്ക് ഭക്ഷണം കഴിക്കാവുന്ന. വാസ്തവത്തിൽ വിശപ്പ് നമുക്ക് കൂടുതൽ തോന്നുന്നത് കൊണ്ടാണ്, ശരീരബോധം കൊണ്ടാണ്. ഞാൻ ശരീരമാണല്ലോ, കാലത്ത് എഴുന്നേറ്റു, ഇതാപ്പോ സമയം 11:30 കാലത്ത്, പകല്. ഇതുവരെയും ഞാൻ പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല എന്ന ചിന്ത വരുമ്പോൾ അയ്യോ ക്ഷീണാവൂല, തളർച്ചയാവുന്ന അങ്ങനെ ചിന്ത വരുമ്പോഴാണ് ഇവിടെ വാസ്തവത്തിൽ എന്താണ്, എനിക്കത് കഴിക്കണം, ഇത് ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പൊ ഈ വിശപ്പിന് കാരണം ശരീരത്തിന്റെ ബോധമാണ്, ശരീരബോധമാണ്. അപ്പൊ നമ്മുടെ മനസ്സൊന്നിലും അങ്ങോട്ട് ഏകാഗ്രമായാലോ വിശപ്പില്ലാതെ. നമ്മൾ ഈ ഭാഗവത ധ്യാനം, എന്തുകൊണ്ടാണ് ധ്യാനം എന്ന് പറയുന്നത്? പൊന്തുന്നതും താഴുന്നതുമായിരിക്കുന്ന വൃത്തി ഒന്നായി തീരുന്നതിനെയാണ്, ചിന്തകൾ ഒന്നായി തീരുന്നതിനെയാണ് ധ്യാനം എന്ന് പറയുന്നത്. ധ്യാനത്തിന്റെ പരിപൂർണ ഫലം നിർവിഷയം മനസ്സിനെ എല്ലാ വിഷയങ്ങളിൽ നിന്നും മോചിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഏകരസമായിരിക്കുന്ന ഈശ്വരീയമായ സത്തയുടെ അദ്ഭുതത്തെ പല മഹത്തുക്കളുടെയും ജീവചരിതങ്ങളിലൂടെ വെളിപ്പെടുത്തിയിട്ട് അവസാന 10ാമത്തെയും 11ാമത്തെ സ്കന്ധങ്ങളിലൂടെ ആ പരിപൂർണ ഈശ്വരന്റെ ദിവ്യലീലകളെ തന്നെ പറയുമ്പോൾ എന്താണ്, അതിന്റെ ശ്രവണം നമ്മെ ധ്യാനത്തിലേക്ക് എത്തിക്കുകയാണ്. അപ്പൊ നമുക്ക് ഭക്തി, ജ്ഞാന, വൈരാഗ്യത്തോടു കൂടിയിരിക്കുന്ന വിവേകം ഉണ്ടാകുവാൻ വേണ്ടിയിട്ടുള്ള ആശയങ്ങളെ ചർച്ച ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഈ യജ്ഞത്തെ അല്ലെങ്കിൽ ഈ പ്രഭാഷണത്തെ അല്ലെങ്കിൽ ഈ ക്ലാസ്സിനെ ഭാഗവത ധ്യാനം എന്ന നാമത്തെ കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇവിടെ ഏകാഗ്രത വരണമെങ്കിൽ മറ്റ് ചിന്തകളെല്ലാം നമ്മിൽ നിന്നും അകലണം. അതിനെ നമുക്ക് ഗുരുമുഖമായിട്ടും അനുഷ്ഠാനങ്ങളെല്ലാം മനസ്സിലാക്കി അതിനെ ധാർമ്മികമായിട്ട് ആചരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മൾ ഏതൊന്ന് ചെയ്യുന്നുവോ അതിൽ ഏകാഗ്രമായിട്ട് നിൽക്കുവാൻ ഇടയായിട്ട് തീരും. ഇവിടെ യുവനാശൻ രാത്രിയിൽ ദാഹം വന്നപ്പോഴാണ് ആ പുംസവന ജലമെടുത്ത് കുടിച്ചത്. അപ്പോഴാണ് ഗർഭമുണ്ടായത്. അപ്പൊ ഇന്ദ്രൻ വന്നിട്ടാണ് വയറ് വളർന്നിട്ട് ആ കുട്ടിയെ എടുത്തത്. മന്ദാത ചക്രവർത്തി ഉണ്ടായതിന്റെ കഥ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഇപ്പൊ അതിന്റെ താല്പര്യം പറയണത്. അപ്പൊ എന്തുകൊണ്ടാണ് ആ കുട്ടിയെ മാന്താത എന്ന് പറയാൻ കാരണം, തന്റെ ദേശീതി, അതായത് ചൂണ്ടുവിരല്, നമ്മുടെ ചൂണ്ടുവിരലുണ്ടല്ലോ, ഈ ചൂണ്ടുവിരല് ആ കുട്ടിയുടെ വായിൽ വെച്ച് കൊടുത്തിട്ടാണ്. കാരണം ചക്രവർത്തി പുരുഷനായതുകൊണ്ട് പാല് കുടിക്കാൻ കിട്ടത്തില്ലല്ലോ. ആ കുട്ടിയെ വയറ് കയറി പുറത്തെടുത്ത വഴി കുട്ടി അങ്ങ് കരയാൻ തുടങ്ങി. അപ്പോ ഇന്ദ്രൻ എന്ത് ചെയ്തു, തന്റെ ചൂണ്ടുവിരൽ കുടിച്ചിട്ട് മാം ധാധ, തെന്നെ കുടിക്കൂ എന്ന് പറഞ്ഞു. വിരല് കുടിച്ചോളം പറഞ്ഞ് തെന്നെ കുടിച്ചോളൂ എന്നും പറഞ്ഞിട്ടാണ് വിരല് വെച്ചു കൊടുത്തത്. അതുകൊണ്ടാണ് ആ ചക്രവർത്തിക്ക് മാന്ധാത എന്നുള്ള നാമത്തെ ഉണ്ടായത്. അങ്ങനെ ആ മാന്ധാത ചക്രവർത്തിക്ക് എന്താണ് 3 പുത്രന്മാരും 50 പുത്രിമാരുമാണ് ഉണ്ടായത്. പക്ഷെ നമ്മുടെ കഥയിൽ നമുക്ക് കേട്ടത് സഹോദരിമാരായിട്ടാണ്. എന്തായാലും ഇരിക്കട്ടെ, സഹോദരിയായാലും പുത്രിയായാലും നമ്മുടെ മാന്ധാത ചക്രവർത്തിയുടെ ആ കന്യകയെല്ലാം കന്യകമാരെയൊക്കെ നമ്മുടെ സൗഭരി മഹർഷി വിവാഹം ചെയ്തതായിട്ടും നമുക്ക് കഥയിൽ കാണുവാൻ കേൾക്കുവാനായിട്ട് സാധിച്ചു. ഇവിടെ വാസ്തവത്തിൽ എന്താണ് സൗഭരി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്? ശരീരവാസനകളെ കൊണ്ട് ഭരിക്കപ്പെടുന്ന ആളെയാണ് സൗഭരി എന്ന് പറയുന്നത്. ദേഹവാസനകളെ കൊണ്ട്. കാരണം ദേഹവാസനകളുടെ കൂടുതൽ ചിത്തത്തിൽ ഉറങ്ങിക്കിടന്നതുകൊണ്ടാണ് മത്സ്യങ്ങളായിട്ടും അവർ കാമക്കേല് നടത്തുമ്പോൾ അതിൽ തന്റെ ആഗ്രഹവും പുറത്തേക്ക് വരുവാൻ ഇടയായിട്ട് തീരുന്നത്. അപ്പൊ അത് ഹൃദയഗ്രന്ഥിയാണ്. ഇവിടെ എന്താണ്, ഇവിടെ സ്ത്രീക്ക് പുരുഷനിലും
പുരുഷനിൽ സ്ത്രീയിലേക്കും മോഹം വന്നാൽ നമ്മൾ അതിനെ വാസ്തവത്തില് വിധിവിഹിതമായ രീതിയിൽ, ധാർമ്മികമായ രീതിയിൽ, തന്ത്രശാസ്ത്രത്തിന്റെയോ അല്ലെങ്കിൽ മറ്റ് ശാസ്ത്രങ്ങളുടെയോ പൂർണ്ണ പിന്തുണയോട് കൂടിയിട്ട് ആ മോഹത്തെ തീർത്തിട്ട് വേണം തപസ്സിലേക്ക് പോകുവാൻ. ഏതെങ്കിലും രീതിയിൽ സ്ത്രീക്ക് പുരുഷനിലും പുരുഷന് സ്ത്രീയിലും മോഹം വന്നു കഴിഞ്ഞാൽ ആ മോഹത്തെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ആ മുന്നോട്ട് പോകുന്നവര് എന്താ പറയാ, അവരുടെ ശരീരം വേർപെടുന്നവരെയും അവർ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുവാൻ പ്രയാസമായിരിക്കും. ഏതെങ്കിലും അങ്ങനെ ഒരു മോഹം ഉണ്ടായാൽ ആ മോഹത്തെ പൂർത്തീകരിക്കണം എന്നാണ് ഇവിടെ നമ്മുടെ സൗഭര്യ മഹർഷി നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ സൗഭര്യ മഹർഷി മഹാത്മാവായതുകൊണ്ട് തന്റെ മോഹത്തിൽ നിന്നും നിവർത്തിക്കുകയുണ്ടായി. കാരണം 50 സ്ത്രീകളുമായിട്ട് ജീവിക്കേണ്ട കർമ്മവാസനയുണ്ടായിരുന്നു. അതാണ് ഇപ്പൊ ചില സന്യാസിമാരായാലും തപസ്സുകളായാലും അവരെക്കുറിച്ച് നമ്മൾ പല കഥകളും പലതൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം അത് അവരുടെ പ്രാരബ്ധമാണ്. അവർ തപസ്സിയായാലും സന്യാസം സ്വീകരിച്ചാലും സന്യാസിമാര് മുഖാന്തരമായിട്ട് എന്താ പറയുക, ആ ഒരു ആത്മീയ ബന്ധം അല്ലെങ്കിൽ ആ ശാരീരിക ബന്ധം അനുഭവിക്കുവാനുള്ള പ്രാരബ്ധമുള്ളവർ അത് അനുഭവിക്കേണ്ടതായിട്ട് തന്നെ വരും. അത് ഈശ്വര നിശ്ചയമാണ്. അപ്പൊ ഇവിടെ നമ്മുടെ സൗഭര്യ മഹർഷി മഹാത്മാവായതുകൊണ്ട് എന്താണ് അദ്ദേഹത്തിന് അതിൽ നിന്ന് മോചിക്കുവാൻ കഴിഞ്ഞു. ആ 50 ഗൃഹസ്ഥാശ്രമ ജീവിതം ചെയ്ത് തീർക്കുവാനുള്ള പ്രാരബ്ധത്തെ ഒറ്റ ജന്മം കൊണ്ട് തന്നെ അനുഭവിച്ച് തീർക്കുകയാണ് സൗഭര്യ മഹർഷി ചെയ്തത്. അപ്പോ വൈരാഗ്യം ദൃഢമാവുകയും ചെയ്തു. വൈരാഗ്യം ദൃഢമായപ്പോഴോ എല്ലാം വിട്ട് പോയി. തന്റെ ആശ്രയിച്ച താൻ സ്വീകരിച്ച പത്നിമാർക്കും അവിടെ വൈരാഗ്യം ഉണ്ടാവുകയും അവരെയും തപസ്വിനികളാക്കിയിട്ട് അവർക്കും മോക്ഷം കൊടുക്കുവാൻ നമ്മുടെ സൗഭര്യ മഹർഷിക്ക് സാധിച്ചു. ഇവിടെ ശരിയായ വൈരാഗ്യം വന്നെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരബോധം പോകുകയുള്ളൂ. ശരീരബോധം പോകുവാൻ നമ്മൾ എന്ത് ചെയ്യണം? ഗുരുമുഖമായിട്ട് ഈശ്വരീയമായ മഹിമയുടെ മൂലമന്ത്രത്തെ മനസ്സിലാക്കി അതിന്റെ ജപധ്യാനങ്ങളിൽ ഏർപ്പെട്ട് ജീവിക്കുക തന്നെ ചെയ്യണം. അല്ലാതെ നമ്മുടെ മോഹങ്ങളോ അതുപോലെ അങ്ങനെയുള്ള കാമനകളോ ഒന്നും തന്നെ അവസാനിക്കുവാൻ പോകുന്നില്ല. നമ്മൾ അനുഷ്ഠാനം ചെയ്യണം, ധർമ്മം ആചരിക്കണം. അപ്പോ നമ്മൾ കണ്ടില്ലേ, നമ്മുടെ ഈ ത്രിപുരാശ്രമത്തിലും സന്യാസിയാണ്. അപ്പൊ ഇവിടെ ആത്മീയമായിരിക്കുന്ന എന്താ പറയുക ഉപദേശം മാത്രമാണ് നമുക്ക് പ്രധാനമായിട്ടും ഒരു സന്യാസി എന്നുള്ള രീതിയിൽ ചെയ്യുവാനായിട്ടുള്ളൂ. എന്നാൽ സന്യാസം, ഇപ്പോൾ ബ്രഹ്മചര്യം, ഗൃഹസ്ഥം, വാനപ്രസ്ഥം, സന്യാസം എന്ന് പറയുന്ന ഈ 4 ആശ്രമങ്ങളിൽ സന്യാസാശ്രമത്തെ സ്വീകരിക്കുവാൻ എത്ര പേര് മുന്നോട്ട് വരുന്നുണ്ടെന്നുള്ളത് ഈ ഭാഗവത ധ്യാനം ശ്രവിക്കുന്നവർ തന്നെ ഒന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമ്മളിവിടെ ആശ്രമത്തിൽ നിന്ന് പ്രധാനമായിട്ട് ആ ആത്മീയോപദേശം പകരുന്നതോടൊപ്പം ലൗകികമായ ഭൗതികമായ ആ ജീവിതത്തിൽ ഒരു എന്താ പറയുക അഭിവൃദ്ധിയും സമാധാനം ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈശ്വരീയമായ ശക്തിയെ ത്രിപുരാശക്തി എന്നുള്ള നാമത്തിൽ ആ ബ്രഹ്മശക്തിയെ ഉപാസിച്ച് ജാതിയും മതവും രാഷ്ട്രീയവും രാഷ്ട്രവും അങ്ങനെയുള്ള ഭേദഭാവനകളൊന്നുമില്ലാതെ നമ്മുടെ ഈ ത്രിപുരാശക്തി പറയുന്ന ഈ അനുഷ്ഠാനത്തെ, പൂജയിൽ പറയുന്ന ഈ ഉപാസന നിത്യാനുഷ്ഠാനമായിട്ട് ആചരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവർക്കെന്താണ് ഇഹപര ലോകങ്ങളിലെ സൗഖ്യവും അതുപോലെ തന്നെ മോക്ഷവും ലഭിക്കുവാൻ സാധ്യമായിട്ട് തീരുമെന്ന് ദേവി തന്നെ ഉപദേശമായിട്ട് നിർദ്ദേശം നൽകിയതിനാലും ഗുരുജനങ്ങളെ അനുവാദം നൽകിയതിനാലുമാണ് നമ്മുടെ ആശ്രമത്തിൽ നിന്നും ഈ ശ്രീവിദ്യാതന്ത്രപ്രകാരം മുന്നോട്ട് പോകുന്ന ആ ആചാരാനുഷ്ഠാനത്തെ നമ്മുടെ സമൂഹത്തിന് പകർന്നു കൊടുക്കുവാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. സഭയുടെ തുടക്കത്തിലുള്ളവർക്കും ഒടുക്കത്തിലുള്ളവർക്കും ഇതിൽ പറയുന്ന ഈ ആചാരത്തിന്റെ അനുഷ്ഠാനം കൊണ്ട് സത്യം സാക്ഷാത്കരിക്കുവാൻ സാധിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല.
പിന്നെ അതിന്റെ ആഴങ്ങളിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പ്രമാണങ്ങളിലൂടെ വ്യക്തമാക്കിയ രീതിയിൽ അതിന്റെ ഗായത്രി, അതുപോലെ ഗണേശൻ, സുബ്രഹ്മണ്യൻ, സൂര്യൻ, ശിവൻ, വിഷ്ണു എന്നുള്ള രീതിയിൽ അങ്ങനെ അതിന്റെ ശരി ഗുരുപാതുക എന്നൊക്കെയുള്ള രീതിയിൽ അതിന്റെ അസിഷ്ട ആയിരിക്കുന്ന സയന്റിഫിക് ആയിരിക്കുന്ന രീതിയിലും ആ ആചാരത്തെ പിന്തുടരുവാനുള്ള മാർഗത്തെയും നമ്മുടെ ആശ്രമത്തിൽ ക്രോഡീകരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ സന്യാസിയാണ്, അല്ലെങ്കിൽ ഗൃഹസ്ഥരാണ്, അല്ലെങ്കിൽ ബ്രഹ്മചാരിയാണ് എന്നൊക്കെ നമ്മൾ അഭിമാനിച്ച് അഹങ്കരിച്ച് നമ്മൾ പൂർണ്ണരായി ഇനിയും ഈ ലോകത്തിൽ ആർക്കും എന്നെ മോഹിപ്പിക്കുവാനോ അതുപോലെ സ്വാധീനിക്കുവാനോ സാധിക്കുകയില്ല എന്നുള്ള അഹങ്കാരം വെച്ചിട്ടൊന്നും മുന്നോട്ട് പോകരുത്. വിനയത്തോടുകൂടി ആ ഈശ്വരന്റെ നാമത്തെ ജപിച്ചും രൂപത്തെ ധ്യാനിച്ചും നമ്മൾ ചെയ്യുന്ന ധർമ്മമെല്ലാം അവിടുത്തെ കർമ്മമാണ് എന്നുള്ള ദൃഢമായ ഭാവനയോടുകൂടി വിനയാന്വിതരായിട്ട് നമ്മൾ മുന്നോട്ട് ജീവിച്ചു പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ലോകത്തിലെ ശാന്തിയും സമാധാനവും അതുപോലെ പരലോകത്തിലും അപ്രകാരം തന്നെ ജീവൻ മുക്തിയും വിദേഹമുക്തിയും പരിപൂർണമായ മോക്ഷവും നമുക്കെല്ലാവർക്കും അനുഭവേദ്യമാക്കുവാൻ സാധിക്കും. അതിനു വേണ്ടി നമ്മളും പ്രയത്നം ചെയ്യണം. അല്ലാതെ എന്താ പറയുക, തത്വങ്ങളും തത്വസംഹിതകളും കഥകളും വാക്കുകളെ കൊണ്ട് മാത്രം പറഞ്ഞ് നമ്മുടെ ജീവിതത്തിലെ ആചാരത്തിന്റെ യാതൊരു എന്താ പറയുക ഭാവങ്ങളും അല്ലെങ്കിൽ പ്രകടനവും അല്ലെങ്കിൽ അതിന്റെ ഒരു ആചാരവുമില്ലാതെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംസ്കാരം അത് പോഷിക്കപ്പെടുകയില്ല. അതിനു വേണ്ടിയിട്ട് നമ്മളെല്ലാവരും നമ്മളാൽ കഴിയുന്ന രീതിയിൽ ആ സദാചാരത്തെ പോഷിപ്പിക്കുക തന്നെ ചെയ്യണം. കാരണം നമ്മൾ നമ്മുടേതായിരിക്കുന്ന ആത്മശാന്തിക്കും അതായത് മനഃശാന്തിക്കും ആത്മജ്ഞാനത്തിനും ആചരിക്കുന്ന അനുഷ്ഠാനം മറ്റുള്ളവർക്കും മനഃശാന്തിയും അതുപോലെ ആത്മജ്ഞാനവും പ്രേരകമാകുവാൻ നമ്മൾ ഓരോരുത്തരും ഓരോ നിമിത്തമായിട്ട് തീരുകയും ചെയ്യണം. നമ്മുടെ വാസനകള്, നമ്മുടെ മോഹങ്ങള്, നമ്മുടെ ആഗ്രഹങ്ങള് അവയൊക്കെ നമ്മൾ എന്താണ് മിതമായ രീതിയിൽ നിയന്ത്രിച്ച് നമ്മൾ ആ ഈശ്വരീയമായ ശക്തി അതിന്റെ കരുത്ത് ആർജിച്ച് നമ്മൾ നല്ല ആളുകളായിട്ട് ഈ സമൂഹത്തിൽ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടേതായിരിക്കുന്ന ധർമ്മം പുഷ്ടിപ്രാപിക്കുകയും ഈ ഭാഗവത ധ്യാനം പോലെയുള്ള പ്രഭാഷണങ്ങൾ അതെല്ലാവർക്കും സദ്ഫലത്തെ കൊടുക്കുവാൻ കാരണമായിട്ട് തീരുകയും ചെയ്യും. അതില്ലാതെ നമ്മൾ ഈ പുരാണങ്ങൾ വെറുതെ പാരായണവും പ്രചരണവും മാത്രം നടത്തിയതുകൊണ്ട് നമ്മുടെ ആളുകൾ നല്ലവരായിട്ട് തീരുകയില്ല. അതിൽ പറയുന്ന ആചാരങ്ങൾ നമ്മൾ ആചരിക്കുവാനായിട്ട് മുന്നോട്ട് വരികയും ചെയ്യണം. ഇതിലേക്കും ഒരു ശ്രമം ഉണ്ടാകണം. ഇനിയും നമുക്ക് ഈ ഭാഗവത ധ്യാനത്തിൽ നമ്മുടെ ഹരിശ്ചന്ദ്രോപാഖ്യാനത്തെയാണ്, ഹരിശ്ചന്ദ്ര മഹാരാജാവിന്റെ കഥയാണ് പറയുവാനായിട്ടുള്ളത്. നമുക്ക് അതിനു വേണ്ടിയിട്ട് ആരംഭിക്കാം. എന്താണ് ഹരിശ്ചന്ദ്ര ചരിതം?